ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വരാനിരിക്കുന്ന HSST ഇംഗ്ലീഷ് ജൂനിയർ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ 1. വാട്ട് ഡസ് ദ ഇമേജ് ഓഫ് ദ വൈഡനിങ് ജയ ഇൻ ദ പോയം സെക്കൻഡ് കമ്മിങ് ബൈ W. Yeats signify? ഓപ്ഷൻ എ, സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ബി, falling apart of the old system. സി, each cycle of history. ഡി, വേൾഡ് വാർ 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, ഈച്ച് സൈക്കിൾ ഓഫ് ഹിസ്റ്ററി എന്നുള്ളതാണ്. WB ഈറ്റ്സിൻ്റെ ഫേമസ് ആയിട്ടുള്ള പോയമാണ് ദ സെക്കൻഡ് കമ്മിങ്. സെക്കൻഡ് കമ്മിങ്ങിൽ ചരിത്രത്തെ, ഹിസ്റ്ററിയെ 2000 ഇയേഴ്സ് വീതമുള്ള ഓരോരോ സൈക്കിൾസ് ആയിട്ടാണ് WB ഈറ്റ്സ് പറയുന്നത്. ഇതിൽ ഓരോ 2000 ഇയേഴ്സിൻ്റെ സൈക്കിൾ കഴിയും തോറും ലോകം അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറ്റൊരു ഇറയിലേക്ക്, മറ്റൊരു 2000 ഇയേഴ്സിൻ്റെ സൈക്കിളിലേക്ക് കടക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫ്രെയിൽ വെസൽ തോ എംപ്റ്റിയസ്റ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് ഫില്ലസ്റ്റ് ഇറ്റ് എവർ വിത്ത് ഫ്രഷ് ലൈഫ്. ദ ഫ്രെയിൽ വെസൽ ഇൻ ദിസ് ലൈൻ ഫ്രം വേഴ്സ് 1 ഓഫ് ഗീതാഞ്ജലി റെഫേഴ്സ് ടു? എ, ഹ്യൂമൻ സോൾ. ബി, ഹ്യൂമൻ ബോഡി. സി, ദ നാച്ചുറൽ വേൾഡ്. ഡി, ദ സ്പിരിച്വൽ വേൾഡ്. അപ്പോൾ ടാഗോറിൻ്റെ 1913 നോബൽ പ്രൈസ് നേടിയ ടാഗോറിന്റെ ഗീതാഞ്ജലി എന്നുള്ള പുസ്തകത്തിലെ വരികളാണ് തന്നിട്ടുള്ളത്. ദിസ് ഫ്രെയിൽ വെസൽ തോ എംപ്റ്റിയസ്റ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് ഫില്ലസ്റ്റ് ഇറ്റ് എവർ വിത്ത് ഫ്രഷ് ലൈഫ്. ഗീതാഞ്ജലിയിലെ ഫേമസ് ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഫ്രെയിൽ വെസൽ എന്ന് റെഫർ ചെയ്തിരിക്കുന്നത് എന്തിനെയാണെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ഹ്യൂമൻ ബോഡിയാണ്. അതായത് ഹ്യൂമൻ ബോഡി ഒരു ദുർബലമായ പാത്രം, ഒരു ഫ്രെയിൽ വെസലാണ്. ഇതിലേക്കാണ് ദൈവം പുതുജീവൻ നിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഒരു ഡിവൈൻ ഇൻസ്പിറേഷൻ ആണ് ഈ ഫ്രെയിൽ വെസലിനെ ഫില്ല് ചെയ്യുന്നത്. ഹ്യൂമൻ ബോഡി ആവുന്ന ഈ ഫ്രെയിൽ വെസലിനെ ഫില്ല് ചെയ്യുന്നതാണ് എന്നാണ് ഈ വരികൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഗീതാഞ്ജലിയിലെ ദിസ് ഫ്രെയിൽ വെസൽ തോ എംപ്റ്റിയസ്റ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് ഫില്ലസ്റ്റ് ഇറ്റ് എവർ വിത്ത് ഫ്രഷ് ലൈഫ്. ഗീതാഞ്ജലിയിലെ ഈ ലൈൻസിൽ ഫ്രെയിൽ വെസൽ എന്ന് റെഫർ ചെയ്യുന്നത് ഓപ്ഷൻ ബി, ഹ്യൂമൻ ബോഡിയെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും 2 ലൈൻസ് വന്നിരിക്കുകയാണ്. ഹിയർ റെസ്റ്റ് ഹിസ് ഹെഡ് അപ്പോൺ ദ ലാപ്പ് ഓഫ് എർത്ത്, എ യൂത്ത് ടു ഫോർച്യൂൺ ആൻഡ് ഫെയിം അൺനോൺ. ഐഡന്റിഫൈ ദ യൂത്ത് റെഫേർഡ് ടു ഇൻ ദീസ് ലൈൻസ് ഫ്രം ദ കൺക്ലൂഡിംഗ് എപ്പിറ്റാഫ് ഓഫ് ഗ്രേസ് എലജി. അപ്പൊ ഇവിടെയും 2 വരികൾ തന്നിട്ടുണ്ട്. തോമസ് ഗ്രേയുടെ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്നുള്ള ഫേമസ് എലജിയിൽ നിന്നുള്ള ലൈൻസ് ആണിത്. ഹിയർ റെസ്റ്റ് ദ ഹെഡ് അപ്പോൺ ദ ലാപ്പ് ഓഫ് എർത്ത്, എ യൂത്ത് ടു ഫോർച്യൂൺ ആൻഡ് ടു ഫെയിം അൺനോൺ. അപ്പൊ ഇതില് ആരെയാണ് ആ യൂത്തായിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്? ഇതുവരെ ഒരു പ്രശസ്തിയും ഒന്നും കിട്ടാതെ പോയ ആ ഒരു യൂത്തായിട്ട് ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത് ആരെയാണ്? തോമസ് ഗ്രേ തന്നെയാണ് ഈ ലൈൻസിൽ ദ യൂത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പോയതിന്റെ എപ്പിറ്റാഫിൽ കൊടുത്തിട്ടുള്ള ലൈൻസ് ആണിത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ തന്നിട്ടുള്ളത് ഓപ്ഷൻ എ, എഡ്വാർഡ് യങ്. ഓപ്ഷൻ ബി, ദ ഡെഡ് യൂത്ത് ഓഫ് ദ വില്ലേജ്, സ്റ്റോക്ക് പോജസ്. സി, തോമസ് ഗ്രേ. ഡി, റോബർട്ട് ബ്ലെയർ ആണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, തോമസ് ഗ്രേ എന്ന് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും 2 ലൈൻസ് വന്നിരിക്കുകയാണ്. Glory be to God for dappled things, for skies of couple color as a brinded cow. These are the opening lines from the poem. അപ്പൊ ഇവിടെ ഈ ലൈൻസ് ഏത് പോയത്തിൽ നിന്നുള്ളതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ, ദ വിൻഡ്ഹോവർ. ബി, ദ റെക്ക് ഓഫ് ദ ഡ്യൂഷ്ലാൻഡ്. ഡി, ഗോഡ്സ് ഗ്രാൻഡ്യൂർ. ഇവിടെ ഓപ്ഷൻ സി, പൈഡ് ബ്യൂട്ടി. അപ്പോൾ ഈ തന്നിരിക്കുന്ന ലൈൻസ് GM ഹോപ്കിൻസിന്റെ പൈഡ് ബ്യൂട്ടി എന്നുള്ള പോയത്തിലാണ്. അതിലെ വൺ ഓഫ് ദ ഫേമസ് ഫ്രേസ് ആണ് ഡാപ്പിൾഡ് തിങ്സ് എന്നുള്ളത്. പൈഡ് ബ്യൂട്ടി എന്നുള്ള ഈ പോയത്തില് ദൈവത്തിന്റെ നാച്ചുറിനെ ഭംഗിയുള്ളതാക്കി തീർക്കാനുള്ള ദൈവത്തിന്റെ കരവിരുതിനെ കുറിച്ചിട്ടാണ് പൈഡ് ബ്യൂട്ടിയിൽ പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫേമസ് ലൈൻസ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഗ്ലോറി ടു ബി ടു ഗോഡ് ഫോർ ഡാപ്പിൾഡ് തിങ്സ്, ഫോർ സ്കൈസ് ഓഫ് couple color as a brinded cow. അപ്പോൾ ഈ ഫേമസ് ലൈൻസ്
ഓപ്ഷൻ സി പൈഡ് ബ്യൂട്ടി എന്നുള്ള ജി എം ഹോപ്കിൻസിന്റെ പോയത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 5. വീണ്ടും കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്. Can't this man with nimble fingertips unleash nothing more alive than the skin's lazy hungers? These lines are taken from the poem dash by Kamala Das. Option A, The Invitation. B, The Sunshine Cat. C, The Looking Glass. D, The Freaks. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കമലാദാസിന്റെ ദ ഫ്രീക്സ് എന്നുള്ള പോയത്തിലെയാണ് ഈ ലൈൻസ്. Can't this man with nimble fingertips unleash nothing more alive than the skin's lazy hungers? അപ്പോൾ ഇവിടെ പ്രണയമില്ലാത്ത ശാരീരിക ബന്ധത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ടാണ് ദ ഫ്രീക്സ് എന്നുള്ള ഈ പോയത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ സ്കിൻസ് ലേസി ഹങ്കേഴ്സ് എന്നുള്ളത് കൊണ്ടും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ശരീരത്തിൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ് ഫ്രം HSST പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇത്തരം കൂടുതൽ വീഡിയോസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. നിങ്ങളുടെ സംശയങ്ങൾക്കും സജഷൻസും എല്ലാം കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.